ഞാൻ റേക്കി മാസ്റ്റർ ഗോപകുമാർ. കഴിഞ്ഞ 21 വർഷക്കാലമായിട്ട് ഒട്ടനവധി ആളുകൾക്ക് റേക്കി ഹീലിങ്ങും അതുപോലെ തന്നെ അറ്റൂൺമെൻറ്റും നടത്തി വരുന്നു. നേരിട്ടും അതുപോലെ തന്നെ ഡിസ്റ്റൻ്റായിട്ടും ഹീലിങ്ങും അറ്റൂൺമെൻറ്റും കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്ന വിഷയം റേക്കി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ റേക്കി പ്രവാഹ തീവ്രത എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ നമുക്ക് റേക്കി പ്രവാഹ തീവ്രത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഒരു ചക്ര മെഡിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ 7 ചക്രാസ് അതിനെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ റേക്കി പ്രവാഹ തീവ്രത വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചക്രങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇംബാലൻസസ് ഉണ്ടെങ്കിൽ അവയും നമുക്ക് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കുന്ന ഒരു സെഷനാണിത്. അപ്പോൾ നമുക്ക് റേക്കിയുടെ പ്രവാഹ തീവ്രത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചക്ര മെഡിറ്റേഷനിലേക്ക് നമുക്ക് കടക്കാം. സാധാരണ നമ്മൾ റേക്കി ഇൻവോക്ക് ചെയ്യാനിരിക്കുന്നത് പോലെ കാൽപാദങ്ങൾ തമ്മിൽ ഒരടി അകലം വെച്ചുകൊണ്ട് ഒരു കസേരയിലോ ഏതെങ്കിലും ഒരു ഇരിപ്പിടത്തിൽ വളരെ സുഖപ്രദമായ രീതിയിൽ ഇരിക്കുക. കൈകൾ മടിമേൽ മലർത്തി വയ്ക്കുക. അതിനുശേഷം കണ്ണുകൾ മൃദുവായിട്ട് അടഞ്ഞിരിക്കട്ടെ. ശരീരത്തിലെ എല്ലാ പേശികളും അയച്ചിടുക. കൈകാലുകളും അതുപോലെ ശരീരത്തിൻ്റെ എല്ലാ പേശികളും അയഞ്ഞിരിക്കട്ടെ. നമ്മുടെ ശ്രദ്ധ നമുക്ക് മൂലാധാര ചക്രത്തിലേക്ക് കൊണ്ടുവരാം. മൂലാധാര ചക്രം നട്ടെല്ലിൻ്റെ അഗ്രഭാഗത്തായിട്ട് 4 ഇതളോടുകൂടി രക്തവർണ്ണത്തിൽ ചുവന്ന നിറത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂലാധാര ചക്രം. ഈ മൂലാധാര ചക്രമാണ് കിഡ്നി, ബ്ലാഡർ, നട്ടെല്ല്, കൈകാലുകൾ ഇവയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിലനിൽപ്പിൻ്റെയും അസ്തിത്വത്തിൻ്റെയും ഭാഗമായിട്ട് നിലകൊള്ളുന്ന ചക്രമാണ് മൂലാധാര ചക്രം. അതിന് തൊട്ട് മുകളിലായിട്ടുള്ള ചക്രമാണ് സ്വാധിഷ്ഠാന ചക്രം. നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് പൊക്കിളിന് താഴെയായി നാഭിപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്വാധിഷ്ഠാന ചക്രം ഓറഞ്ച് നിറത്തിൽ 6 ഇതളോടുകൂടി സ്ഥിതി ചെയ്യുന്നു. ഇവ ജനനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും നമ്മുടെ മാനസിക അവസ്ഥകളെ നിയന്ത്രിക്കുന്നതും ഒക്കെ ഈ സ്വാധിഷ്ഠാന ചക്രമാണ്. സ്വാധിഷ്ഠാന ചക്രത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രമാണ് മണിപൂരക ചക്രം അഥവാ സോളാർ പ്ലക്സസ്. ഈ ചക്രം 10 ഇതളുകളോടുകൂടി മഞ്ഞ നിറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അഡ്രിനൽ ഗ്ലാൻസ്, ആമാശയം, ഗാൾ ബ്ലാഡർ, കരൾ, സ്പ്ലീൻ എന്നിവയെ നിയന്ത്രിക്കുകയും അവയെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന എനർജി പോയിൻ്റാണ് മണിപൂരക ചക്രം. അതിന് തൊട്ട് മുകളിലായി തൊണ്ടക്കുഴിക്ക് താഴെ നെഞ്ചിൻ്റെ ഭാഗത്ത് ആയിട്ട് മരതക പച്ചവർണ്ണത്തിൽ നെഞ്ചുകുഴിക്കും തൊണ്ടക്കുഴിക്കും മധ്യത്തിലായിട്ട്
12 ഇതളുകളോടുകൂടി സ്ഥിതി ചെയ്യുന്ന ചക്രമാണ് ഹൃദയചക്രം അഥവാ അനാഹത ചക്രം. അപ്പോൾ ഈ ഹൃദയചക്രം തൈമസ്, ഹൃദയം, ശ്വാസകോശങ്ങൾ, കരൾ, രക്തചംക്രമണ വ്യവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അനാഹത ചക്രത്തിന് മുകളിലായിട്ടുള്ള അടുത്ത ചക്രമാണ് തൊണ്ടയുടെ ഭാഗത്തുള്ള വിശുദ്ധി ചക്രം അഥവാ ത്രോട്ട് ചക്രം. 16 ഇതളുകളോടുകൂടി ഇളം നീല നിറത്തിൽ സ്ഥിതി ചെയ്യുന്നു. തൈറോയിഡ്, പാരാതൈറോയിഡ്, കണ്ഠം, ശ്വാസകോശം എന്നിവയുടെ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുന്നു. ഇനി ശിരസിൽ 2 പിരിയങ്ങൾക്ക് മധ്യത്തിലായി കടും നീല നിറത്തിൽ സ്ഥിതി ചെയ്യുന്ന ചക്രമാണ് ആജ്ഞാചക്രം. ആജ്ഞാചക്രത്തിന് 2 ഇതളുകളാണ് ഉള്ളത്. അവയുടെ സ്ഥാനം പുരിക മധ്യത്തിലാണ്. ഇടത് കണ്ണ്, നാഡീവ്യൂഹം, ചെവി, മൂക്ക്, പിറ്റ്യൂട്ടറി ഗ്ലാൻസ്, ഹൈപ്പോതലാമസ് എന്നിവയുടെ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുന്ന എനർജി പോയിൻ്റാണ് ആജ്ഞാചക്രം. ഇതിനെല്ലാം മുകളിലായി ശിരസിന് ഏറ്റവും മുകളിലായിട്ട് വയലറ്റ് നിറത്തിൽ നിരവധി ദളങ്ങളോടുകൂടിയ ചക്രമാണ്, എനർജി പോയിൻ്റാണ് സഹസ്രാര ചക്രം. വലത് കണ്ണ്, തലച്ചോറ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കോശങ്ങൾക്ക് ഉത്തേജനം നൽകുകയും ബുദ്ധി, വൈഭവം, ആത്മീയശക്തി, ജീവശക്തി എന്നിവയെ പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള എനർജി പോയിൻ്റാണ് സഹസ്രാര ചക്രം. അപ്പോൾ ഈ പറയുന്ന 7 ചക്രങ്ങളെയും എനർജൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മെഡിറ്റേഷനാണ് ചക്ര മെഡിറ്റേഷൻ. അപ്പോൾ നമുക്ക് ചക്ര മെഡിറ്റേഷനിലേക്ക് കടക്കാം. എല്ലാവരും കണ്ണുകളടച്ച് റേക്കി ഇൻവോക്ക് ചെയ്യാനിരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുക. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും അയഞ്ഞിരിക്കട്ടെ. കണ്ണുകൾ മൃദുവായിട്ട് അടയ്ക്കുക. അതിനുശേഷം നട്ടെല്ലിൻ്റെ അഗ്രഭാഗത്തുള്ള മൂലാധാര ചക്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. കടും ചുവപ്പ് നിറത്തിൽ 4 ദളങ്ങളോടുകൂടി പുറത്തേക്ക് തുറന്നിരിക്കുന്ന അവസ്ഥയിലുള്ള മൂലാധാര ചക്രം. മൂലാധാര ചക്രത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒരു ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കൂ. അതിനുശേഷം ആ ശ്വാസം വിടുമ്പോൾ ഈ മന്ത്രം ഉച്ചരിക്കുക. ലം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം. ലം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം. ലം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ശ്രദ്ധ മൂലാധാര ചക്രത്തിൽ തന്നെ. ലം. മൂലാധാര ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോശങ്ങളും നാഡീഞരമ്പുകളും അവയവങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. മൂലാധാര ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോശങ്ങളും നാഡീഞരമ്പുകളും എല്ലാ അവയവങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. മൂലാധാര ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നാഡീഞരമ്പുകളും അവയവങ്ങളും എല്ലാ കോശങ്ങളും എനർജൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധ മൂലാധാര ചക്രത്തിൽ തന്നെ.
ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ഇത് 2 സെക്കൻഡ് പിടിച്ചു വയ്ക്കൂ. സാവധാനം പുറത്തേക്ക് വിടാം. അടുത്തതായി അതിന് തൊട്ട് മുകളിലുള്ള സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. 6 ദളങ്ങളോടുകൂടി ഓറഞ്ച് വർണ്ണത്തിലുള്ള സ്വാധിഷ്ഠാന ചക്രം. സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ഒരു ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കൂ. എന്നിട്ടെല്ലാവരും മന്ത്രം ഒപ്പം ചൊല്ലുക. ദീർഘശ്വാസം. വം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം. വം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. വം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. വം. വീണ്ടും ദീർഘശ്വാസം. വം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം. വം. സ്വാധിഷ്ഠാന ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആന്തരാവയവങ്ങളും, എല്ലാ നാഡീഞരമ്പുകളും, എല്ലാ കോശങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്വാധിഷ്ഠാന ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നാഡീഞരമ്പുകളും, എല്ലാ ആന്തരാവയവങ്ങളും, എല്ലാ കോശങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. സ്വാധിഷ്ഠാന ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നാഡീഞരമ്പുകളും, എല്ലാ കോശങ്ങളും, എല്ലാ ആന്തരാവയവങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. സാവധാനം നമ്മുടെ ശ്രദ്ധയെ അതിന് തൊട്ട് മുകളിലുള്ള മണിപൂരക ചക്രത്തിലേക്ക് കൊണ്ടുവരാം. 10 ദളങ്ങളോടുകൂടി മഞ്ഞ നിറത്തിൽ പ്രകാശിക്കുന്ന മണിപൂരക ചക്രം. 10 ദളങ്ങളോടുകൂടി മഞ്ഞ നിറത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന മണിപൂരക ചക്രം. ഒരു ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കൂ. രം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം. രം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം എടുക്കാം. രം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം. രം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം. രം. വീണ്ടും ദീർഘശ്വാസം. രം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം. രം.
ഒരിക്കൽ കൂടി ദീർഘശ്വാസം എടുക്കാം. രം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം എടുക്കാം. രം. വീണ്ടും ദീർഘശ്വാസം. രം. മണിപൂരക ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആന്തരാവയവങ്ങളും, എല്ലാ നാഡീഞരമ്പുകളും, എല്ലാ കോശങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. മണിപൂരക ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നാഡീഞരമ്പുകളും, എല്ലാ ആന്തരാവയവങ്ങളും, എല്ലാ കോശങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. മണിപൂരക ചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നാഡീഞരമ്പുകളും, എല്ലാ കോശങ്ങളും, എല്ലാ ആന്തരാവയവങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്കെടുക്കൂ. അത് പിടിച്ചു വയ്ക്കൂ. സാവധാനം പുറത്തേക്ക് വിടൂ. അടുത്തതായി അനാഹത ചക്രം 12 ദളങ്ങളോടുകൂടി പച്ച നിറത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അനാഹത ചക്രം. അനാഹത ചക്രത്തിനെ നമുക്ക് എനർജൈസ് ചെയ്യാം. ശ്രദ്ധ അനാഹത ചക്രത്തിൽ 12 ദളങ്ങളോടുകൂടി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു പച്ച നിറത്തിൽ. ഒരു ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കൂ. യം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം. യം. വീണ്ടും ദീർഘശ്വാസം. യം. വീണ്ടും ദീർഘശ്വാസം. യം. യം. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. യം. വീണ്ടും ദീർഘശ്വാസം. യം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം. യം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം. യം. വീണ്ടും ദീർഘശ്വാസം. യം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം. യം.
ഒരിക്കൽ കൂടി ദീർഘശ്വാസം എടുക്കാം. യം. ഹൃദയചക്രത്തിൻ്റെ എല്ലാ ഉള്ളറകളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹൃദയചക്രത്തിലേക്കുള്ള വാൽവുകൾ, നാഡീഞരമ്പുകൾ, കോശങ്ങൾ എല്ലാം തന്നെ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹൃദയത്തിൻ്റെ ഭിത്തികളിലോ ഹൃദയത്തിൻ്റെ അറകളിലോ ഏതെങ്കിലും നാഡീഞരമ്പുകളിലോ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവയെല്ലാം അലിഞ്ഞില്ലാതായിരിക്കുന്നു. ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവയെല്ലാം അലിഞ്ഞില്ലാതായിരിക്കുന്നു. ഒരു ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കൂ. പിടിച്ചു വയ്ക്കൂ. അത് സാവധാനം പുറത്തേക്ക് വിടൂ. അടുത്തതായി തൊണ്ടയുടെ ഭാഗത്തുള്ള വിശുദ്ധി ചക്രത്തിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. 16 ദളങ്ങളോടുകൂടി നീല നിറത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എനർജി പോയിൻ്റാണ്, ചക്രയാണ് വിശുദ്ധി ചക്ര. ആ വിശുദ്ധി ചക്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. മന്ത്രം ചൊല്ലുന്നതിന് വേണ്ടി ഒരു ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കാം. ഹം. ഇങ്ങനെ 16 തവണയാണ് മന്ത്രം ജപിക്കേണ്ടത്. ദീർഘശ്വാസം എടുത്തതിന് ശേഷം വീണ്ടും 15 തവണ കൂടി ഇതുപോലെ ഈ ഹം എന്ന മന്ത്രം ചൊല്ലണം. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ. ഹം. 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 ഹം.
ഹം. ശ്രദ്ധ വിശുദ്ധി ചക്രയിൽ തന്നെ. ഒരു ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കൂ. അത് പിടിച്ചു വയ്ക്കൂ. സാവധാനം പുറത്തേക്ക് വിടാം. ഒരിക്കൽ കൂടി ഒരു ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കൂ. അത് പിടിച്ചു വയ്ക്കൂ. സാവധാനം പുറത്തേക്ക് വിടൂ. ഒരിക്കൽ കൂടി ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കാം. അത് പിടിച്ചു വയ്ക്കൂ. സാവധാനം പുറത്തേക്ക് വിടൂ. വിശുദ്ധി ചക്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആന്തരാവയവങ്ങളും നാഡീഞരമ്പുകളും പേശികളും എല്ലാ കോശങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധി ചക്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നാഡീഞരമ്പുകളും എല്ലാ കോശങ്ങളും എല്ലാ ആന്തരാവയവങ്ങളും എല്ലാ പേശികളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധി ചക്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നാഡീഞരമ്പുകളും എല്ലാ ആന്തരാവയവങ്ങളും എല്ലാ കോശങ്ങളും എല്ലാ പേശികളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തതായി നമ്മുടെ ശ്രദ്ധ ഇരു പുരികങ്ങൾക്ക് മധ്യത്തിലായി പൊട്ടുതൊടുന്ന ഭാഗം ആജ്ഞാചക്രം. ഇൻഡിഗോ കളറിൽ 2 ദളങ്ങളിലായിട്ടത് പ്രവർത്തിക്കുന്നു. കടുംനീല വർണ്ണത്തിൽ 2 ദളങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്ന ആജ്ഞാചക്രം. ആജ്ഞാചക്രത്തിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കൂ. 3 പ്രാവശ്യം മന്ത്രം ജപിക്കുന്നതിന് വേണ്ടി ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കൂ. ദീർഘശ്വാസം. ഒരിക്കൽ കൂടി ദീർഘശ്വാസം. ശ്രദ്ധ ആജ്ഞാചക്രത്തിൽ തന്നെ. ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആന്തരാവയവങ്ങളും എല്ലാ നാഡീഞരമ്പുകളും എല്ലാ കോശങ്ങളും പേശികളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നാഡീഞരമ്പുകളും എല്ലാ കോശങ്ങളും എല്ലാ ആന്തരാവയവങ്ങളും എല്ലാ പേശികളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആജ്ഞാചക്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നാഡീഞരമ്പുകളും എല്ലാ ആന്തരാവയവങ്ങളും എല്ലാ കോശങ്ങളും എല്ലാ പേശികളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കൂ. പിടിച്ചു വയ്ക്കൂ. സാവധാനം പുറത്തേക്ക് വിടൂ. അടുത്തതായി നമ്മുടെ ശ്രദ്ധ സഹസ്രപത്മത്തിലാണ്. നിരവധി ദളങ്ങളോടുകൂടി സഹസ്രദളം എന്നാണ് പറയുന്നത്. നിരവധി ദളങ്ങളോടുകൂടി ശിരസിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന സഹസ്രപത്മം വയലറ്റ് നിറത്തിൽ പ്രകാശിക്കുന്നു. വയലറ്റ് നിറത്തിൽ പ്രകാശിക്കുന്ന
സഹസ്രദളങ്ങളുള്ള സഹസ്രപത്മം. സഹസ്രപത്മത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ഒരു ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കൂ. ഒരിക്കൽ കൂടി ദീർഘശ്വാസങ്ങളിലേക്ക് എടുക്കാം. ഒരിക്കൽ കൂടി ദീർഘശ്വാസങ്ങളിലേക്ക് എടുക്കാം. സഹസ്രാത്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നാഡീഞരമ്പുകളും, എല്ലാ കോശങ്ങളും, എല്ലാ ആന്തരാവയവങ്ങളും, എല്ലാ പേശികളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ബ്രെയിൻ, മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലഗേറ്റ ഇങ്ങനെയുള്ള എല്ലാ ആന്തരാവയവങ്ങളും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ആന്തരാവയവങ്ങളും എനർജൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ശാസ്ത്രോത്മകമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നാഡീഞരമ്പുകളും, എല്ലാ കോശങ്ങളും, എല്ലാ നെർവസും, എല്ലാ ന്യൂറോണുകളും എല്ലാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിശക്തമായിട്ടുള്ള വൈബ്രേഷൻ, എനർജി പ്രവാഹം തിരിച്ചറിയൂ. ഒരു ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കൂ. അത് പിടിച്ചു വയ്ക്കൂ. സാവധാനം പുറത്തേക്ക് വിടൂ. കാൽപാദം മുതൽ ശിരസ് വരെയുള്ള എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, എല്ലാ നാഡീഞരമ്പുകളിലും, അസ്ഥികളിലും വന്ന് നിറയുന്ന ശാന്തിയും സമാധാനവും തിരിച്ചറിയൂ. മനസ്സ് സ്വസ്ഥവും ശാന്തവുമായിരിക്കുന്നു. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും എല്ലാ വിധത്തിലുള്ള പോസിറ്റീവ് എനർജിയും വന്ന് നിറഞ്ഞിരിക്കുന്നു. മനസ്സ് ആനന്ദ നിർഭരമായിരിക്കുന്നു. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വന്ന് നിറയുന്ന ആനന്ദം ശരീരം, മനസ്സ്, ഓറ, ഇൻവിസിബിൾ ബോഡി, അദൃശ്യ ശരീരമായ ഓറ, ഇവയിലെല്ലാം ആനന്ദം വന്ന് നിറഞ്ഞിരിക്കുന്നു. തിരിച്ചറിയൂ. ആത്മീയ ശക്തി ഉണർന്നിരിക്കുന്നു. പ്രാണാലെവൽ വർദ്ധിച്ചിരിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഒരിക്കൽ കൂടി ഒരു ദീർഘശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കൂ. അത് പിടിച്ചു വയ്ക്കൂ. സാവധാനം പുറത്തേക്ക് വിടൂ. സ്വന്തം ശരീരത്തിനെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ബോധ്യപ്പെട്ടുകൊണ്ട് സാവധാനം മെല്ലെ മെല്ലെ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കൂ. സാവധാനം മെല്ലെ മെല്ലെ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കൂ. സാവധാനം മെല്ലെ മെല്ലെ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കൂ.
ഇപ്പോൾ നമ്മൾ ചെയ്തതാണ് ചക്ര മെഡിറ്റേഷൻ. നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രങ്ങളെയും 7 എനർജി പോയിൻറ്റുകളെയും ശാക്തീകരിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതൊരു 41 ദിവസം മുടങ്ങാതെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു സമയം, ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, ഏതെങ്കിലും ഒരു സമയത്ത് കൃത്യമായിട്ട് 41 ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റേക്കിയുടെ പ്രവാഹ തീവ്രത അത്യപൂർവമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ചക്രങ്ങളെല്ലാം ക്ലെൻസിങ് ആക്കാനും കൂടുതൽ ശാക്തീകരിക്കാനും സാധിക്കും. എല്ലാവരും ഈ രംഗത്ത് വിജയിക്കട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ.